ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞാണ് എന്തൊക്കെ ചെയ്തിട്ട് മുടിക്കകത്ത് യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷൻ വീഡിയോ ആണ് ഇതെന്ന് തന്നെ എടുത്ത് പറയണം. കാരണം നമ്മൾ എന്ത് ചെയ്താലൊക്കെയും ഒരു റിസൾട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടല്ല, നമുക്ക് ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ കുറേ റിപ്പയർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുടിക്കായാലും സ്കിന്നിനായാലും യാതൊരുവിധ മാറ്റവും നമുക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളുടെ കൊണ്ടല്ല. അതായത് വേറെ നോർമലായിട്ടുള്ള ആളുകൾ പല പറയുന്നതാണ്, എനിക്ക് ഹെയറിന് വേറെ ഒരു പ്രശ്നമില്ല, സ്കാൽപ്പിന് പ്രശ്നം, നോർമൽ സ്കിൻ ടൈപ്പാണ്, എന്നാൽ ഞാൻ എന്ത് ചെയ്താലും അതിനകത്ത് വിസിബിളായിട്ട് റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല, മറിച്ച് മുടി കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ മുഖത്ത് അതിൻ്റേതായ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്നുകൂടി കുറച്ചധികം കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടുപിടിച്ചാണ്, ഷാമ്പൂ, കണ്ടീഷണർ, അതുപോലെ തന്നെ കുറേ സിറംസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, കുറേ എണ്ണ ഒക്കെ വാരി തേച്ചിട്ടൊന്നും നമ്മളുടെ മുടിയിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിലേക്ക് കൂടി അതിന് വേണ്ടുന്ന സപ്ലിമെൻറ്റ്സ് കൊടുക്കണം. അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സിന് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ക്യാപ്സൂൾ പരുവത്തിൽ കിട്ടുന്ന ഗമ്മീസിൻ്റെ കാര്യമൊന്നുമല്ല. ഞാൻ ഗമ്മീസ് പ്രൊമോട്ട് ചെയ്യാറില്ല, കാരണം എനിക്കതുമായിട്ട് വലിയ താല്പര്യം, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഷുഗറും അടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗമ്മീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിയുന്നത് ഒഴിവാക്കുക. അതിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നിങ്ങൾ അറിയില്ല, ജിമ്മിൽ വർക്കൗട്ടൊക്കെ പോകുന്നു, വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ വേ പൗഡറൊക്കെ എടുക്കത്തില്ല, അവർക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട്, അവരുടെ സപ്ലിമെൻറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ്. കാരണം അത് അവർക്ക് ആവശ്യമുണ്ട്. അതുപോലെ നമ്മളുടെ മുടിക്കും ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ വലിയ ചിലവുകളൊന്നുമില്ല. നമ്മളുടെ അടുക്കളയിൽ തന്നെ നമ്മൾ കഴിക്കുന്ന കുറച്ച് ആഹാര രീതികൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം പറയുന്നതാണ്, ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്. ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ചു വാരി കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കി കണ്ടൊക്കെ കഴിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതും ഡയറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രധാന പ്രശ്നമായിട്ട് പറയുന്നതാണ് അവർക്ക് ഹെയർ ഫാൾ, അതുപോലെ തന്നെ സ്കിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ടൈറ്റൻ, വലിഞ്ഞു മുറുകുന്നത് പോലെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറ്റ് ചെയ്യുമ്പം നമ്മളുടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം നമ്മൾ പകുതിയായിട്ട് കുറച്ച്, അതായത് ക്വാണ്ടിറ്റി കുറയ്ക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, ഫൈബേഴ്സും ഒക്കെ കിട്ടുന്നുണ്ടോ, വൈറ്റമിൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് കാര്യം. ഇപ്പോൾ ഞാൻ പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, ഫൈബർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഫുഡിലൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ, ഈ തൈറോയിഡ്, PCOD, ഈ ഹോർമോൺ ഇംബാലൻസ് മൂലം വരുന്ന അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് വരുന്നവർക്കൊന്നും ഇങ്ങനെ അകത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മാത്രം അതിന് നമ്മൾ മെഡിസിൻ എടുത്തേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ഈ ഒന്നെങ്കിൽ മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതിനുശേഷം മാത്രമേ ഇങ്ങനത്തെ നമ്മളുടെ ഈ പാക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാവൂ. ഈ എന്തൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു മാറ്റവും വരുന്നില്ല, ചിലർക്ക് ജനറ്റിക് ആയിട്ട് അങ്ങനെ ആയിരിക്കും. എന്നിരുന്നാലും നമുക്കുള്ള മുടി അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഒക്കെ ഒന്ന് കൂട്ടാനും നമ്മുടെ ഏത് ടൈപ്പ് ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്കിന്നിലും അതുപോലെ തന്നെ ഹെയറിലും നമ്മുടെ ബോഡിയിലും എല്ലാം നമുക്ക് ആ ഒരു ഹോൾ ബോഡിയിൽ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിരുന്ന സമയത്ത് ഫോളോ അപ്പ് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളൂടെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഞാൻ വെയിറ്റ് ലോസ് ജേർണിയുടെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിരുന്നതാണ് ഫേസിൻ്റെ, അതായത് എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം, അതായത് ഒരു വർഷം മുമ്പേ വീഡിയോസ് കണ്ടവർ ചോദിച്ചതാണ് ഫേസ് എങ്ങനെയാണ് വീണ്ടും ഇങ്ങനെ നമുക്ക് സ്ലിം ആക്കി എടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പം അതും സെപ്പറേറ്റ് വീഡിയോസാണ്. ഒന്നിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നതുപോലെ നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലതുപോലെ നമ്മൾ ഉറങ്ങണം. നമ്മുടെ ഉറക്കം നല്ലതുപോലെ ശരിയാവണം. അതായത് 8 മണിക്കൂറൊന്നും ഉറങ്ങിയില്ലെങ്കിലും ഒരു 4-6 മണിക്കൂറൊക്കെ നല്ല ആ ഒരു ഉറക്കം നല്ല ഡീപ്പായിട്ട് നമുക്ക് ഉറങ്ങാം. അതായത് ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷൻസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ കാരണം ഇപ്പോഴത്തെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വർക്കിംഗ് വുമൻസിന് അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിനൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഫോണൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ടത്, കോമൺ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കണം. അത്യാവശ്യത്തിന് നല്ല വെള്ളം കുടിക്കണം. ഇനി നിങ്ങൾ ഡിറ്റോക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും വാട്ടറൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യും. പക്ഷേ ബോഡിക്ക് വേണ്ടുന്ന അത്രയും വെള്ളം ചില ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ്
നമ്മൾ ഏത് എണ്ണയായിക്കോട്ടെ, ഏത് പാക്കായിക്കോട്ടെ, സിറം ആയിക്കോട്ടെ, നമ്മൾ മുടിയിൽ വാരി തേക്കുമ്പം നമുക്ക് അതുകൊണ്ടൊരു ഗ്രോത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്ന കുറേ ടിപ്സുകൾ പറഞ്ഞു തന്നെന്ന് പറഞ്ഞ് എൻ്റെ അത്രയും മുടി നിങ്ങൾക്ക് ഒരിക്കലും വരില്ല. നിങ്ങളുടെ ഹെയർ പ്രോപ്പർട്ടി അനുസരിച്ച് അതിൻ്റെ ഡെൻസിറ്റി കൂട്ടാനും ലെങ്ത് കൂട്ടാനും ഒക്കെയാണ് നമുക്ക് സഹായിക്കത്തുള്ളൂ. അല്ലാതെ മറ്റൊരാൾക്കുണ്ട് അവർ ചെയ്തത് തന്നെ ഞാൻ ചെയ്താൽ എനിക്ക് അത്രയും വരും എന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് എന്ത് മുടിയുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ജനറ്റിക് അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ തെറ്റിദ്ധാരണകളിലൊന്നും ആരും ചെന്ന് പെട്ടുകൊടുക്കരുത്. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുടിക്ക് വരുന്ന മറ്റൊരു പ്രശ്നം, നമ്മൾ ഈ കളർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കും. പക്ഷെ അതൊക്കെ ഇഷ്ടമുള്ളവർ നമ്മളത് ചെയ്യും, ഇല്ലേ? അപ്പോൾ അത് നമുക്ക് ഡാമേജ് കുറച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഞാൻ പറയും. നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ഫുഡ്. ഇപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ നേരെ കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ പകുതിയാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, അങ്ങ് ഡയറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്തത്. നമ്മുടെ ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആഹാരം പകുതി കുറയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന സാധനം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറവും, എന്നാൽ ആ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന സംഭവമായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ. ചിയാ സീഡ് ഭയങ്കര സൂപ്പറാണ്. വെയിറ്റ് ലോസിനായാലും എല്ലാം നല്ല അടിപൊളിയാണ്. സ്കിന്നിനൊക്കെ ആയാലും നമുക്ക് അടിപൊളിയാണ്. കാരണം അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും. എല്ലാ സാധനങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടുന്ന ഒരു സംഭവം കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിയാ സീഡിനോടൊപ്പം നമുക്ക് മോർണിംഗ് ചിലപ്പോൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ കൂടുതൽ പേരും ചെയ്യുന്നത് നമ്മൾ ചായ കുടിക്കും രാവിലെ എണീച്ച്, അല്ലേ? നിങ്ങൾ ആ ചായ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു സംഭവം ഒരു ചെറിയ ഒരു എമൗണ്ട് ഓഫ് ഞാൻ എൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഞാനത് ടാഗ് ചെയ്യാം. അപ്പം അതുപോലെ കുറച്ച് ചിയാ സീഡും അതുപോലെ തന്നെ കുറച്ച് സോക്ക് ചെയ്ത നമ്മളുടെ ആൽമണ്ട്സും, അതായത് നമ്മുടെ ബദാം, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഇല്ലെങ്കിൽ മറ്റേ 2 നിറത്തിലുണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒന്നാണത്. അതും കൂടെ ചേർത്ത്, അതായത് തലേന്ന് കുതിർത്ത് ഇട്ടിട്ട്, ചിയാ സീഡ് നിങ്ങൾക്ക് തലേന്ന് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വേണമെങ്കിലും ഇടാം. തലേന്ന് ഇടുന്നതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏർലി മോർണിംഗിന് നിങ്ങൾക്ക് അത് കഴിക്കാം. ഇനി അത് കഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് 10 ദോശയും 10 ഇഡ്ഡലിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്താൽ അത് ഡയറ്റ് കറക്റ്റല്ല. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിന് നേരെ പകുതിയാക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗിന് അല്ലെങ്കിൽ മോർണിംഗ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു മിഡ് മീലായിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. ഇതിനിടയ്ക്ക് എല്ലാം നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യവും മറന്നു പോകരുത്. പിന്നെ മഴയുള്ള സമയത്ത് ഇതുപോലെ ഒരു ചുമട് വെള്ളം കുടിച്ചിട്ട് അത് പ്രശ്നം ഉണ്ടാക്കരുത്, അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. അതായത് സീസൺ അനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കാൻ മറന്നു. സോക്ക് ചെയ്ത നട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ പൾസസ്, അതായത് പയർ, ആ ഐറ്റംസിലെ അതെല്ലാം കഴിക്കാം. വെജിറ്റബിൾസിൽ തന്നെ നമുക്ക് ഒരുപാട് കഴിക്കാം. നമ്മുടെ ചീര, ഒരുപാട് തരത്തിലുള്ള ചീര ഇനങ്ങളുണ്ട്. ചീര കർക്കിടകത്തിലും കണ്ടേ ഉള്ളൂ ഇല കഴിച്ചുകൂടാത്തത്. അത് മറ്റൊന്നും കൊണ്ടും അല്ല അങ്ങനെ കഴിക്കരുത്. കർക്കിടകത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ എന്തോ ഒന്ന് കൂടുതലായിരിക്കും, കട്ട് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്ന മറ്റൊരു സംഭവമാണ് നമ്മളുടെ ഈ മില്ലറ്റ്സുകളില്ലേ. ഈ മില്ലറ്റ്സുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെയധികം ബെനിഫിറ്റാണ്. കാരണം വെച്ചാൽ അത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി നമ്മളുടെ വയറ് നിറയാനായിട്ടും. അതുപോലെ തന്നെ ഈ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനവും കിട്ടും. അപ്പോൾ അത് നമ്മൾ ഫില്ലാവും, നമ്മുടെ ബോഡി ഒന്ന് ഫില്ലാവും, നമ്മുടെ സ്റ്റൊമക്ക് ഒന്ന് ഫില്ലാവും. അതുകൊണ്ടാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഫുഡുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ പറയുന്നവർക്ക് ഇങ്ങനെ ഒരു ഫോളോ അപ്പ് എന്തുകൊണ്ട് പറ്റത്തില്ല? നിങ്ങൾക്ക് ഒരു 10-11 മണിയാകുമ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടും. ആ ബ്രേക്ക് ടൈമിൽ കഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ സോക്ക് ചെയ്ത കുറച്ച് നട്ട്സ് ക്യാരി ചെയ്തിരുന്നാൽ മതി, നിങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കാൻ പറ്റും. നട്ട്സിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അല്ലേ? ഒരുപാട് പംകിൻ, വാട്ടർ മെലോൺ സീഡ് ഉണ്ട്, പംകിൻ ഉണ്ട്, ചിയാ സീഡ്, അതുപോലെ നമ്മുടെ ആൽമണ്ട്സ്, കാഷ്യൂ നട്ട്, അങ്ങനെ അതുപോലെ ഒരുപാട് ഫിഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്തല്ല കഴിക്കേണ്ടത്, ഇതുപോലെ സോക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയും. ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ പയറൊക്കെ ഇല്ലേ. ഈ പയർ, അതുപോലെ തന്നെ ഇങ്ങനെ പച്ചക്കറി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിച്ചുകൊണ്ട് ഈ ചോറൊക്കെ ഒരുപാടങ്ങ് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങളൂടെ ശ്രദ്ധിച്ചിട്ട് നമ്മളുടെ മുഖത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ഒരിക്കലും നമുക്ക് സ്യൂട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ തേക്കുമ്പോൾ നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണം നമുക്ക് കുറച്ചുകൂടെ എനർജറ്റിക് ആവും. അതുപോലെ തന്നെ നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നത്തില്ല, നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആവും. ഒഴിവാക്കേണ്ടെന്ന ചോറ് മൊത്തത്തിൽ നമുക്ക് മലയാളികൾക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, അതെനിക്കറിയാം. ചോറിനെ പോലെ ഒരുപാട് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. ഇപ്പോൾ ചോറ് 2 തവി ചോറായാലും 3 ചപ്പാത്തി ആയാലും അതിനകത്ത് വരുന്ന കാലറീസ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ചോറ് വാരി കഴിക്കുന്നത് പോലെ നമ്മൾ ചപ്പാത്തി ഒരുപാട് റോൾ ചെയ്ത് കഴിക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതലും ചപ്പാത്തിയിലേക്ക് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പം മൾട്ടിഗ്രെയിൻസ് ഉൾപ്പെടുന്ന കുറേ കാര്യങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഈ
രാത്രി സമയത്ത് നമ്മൾ ചപ്പാത്തി ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. ചപ്പാത്തി കഴിച്ചിട്ട് നമ്മൾ ഉടനെ പോയി കിടക്കും, അല്ലെങ്കിൽ കഴിച്ചിട്ട് കിടക്കുന്നവരുടെ ഒരു കാര്യമാണ്. ചപ്പാത്തി കഴിയുന്നതും ഒരു 6 മണിക്കൊക്കെ മുമ്പേ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ചിട്ട് കിടക്കുക. അല്ലെങ്കിൽ അത് നമ്മളുടെ ഡൈജഷന് ഒരുപാട് പ്രശ്നം. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഞ്ഞിയാക്കി കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ കഞ്ഞിയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഈ മൾട്ടിഗ്രെയിൻസിൻ്റെ തന്നെ ഒരുപാട് മില്ലറ്റ്സിൻ്റെയൊക്കെ തന്നെ ഒരുപാട് കഞ്ഞിയുടെ മിക്സ് ഒക്കെ കിട്ടും, അത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പൾസസ് തോനെയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാതെ നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി ഹെയർ ഓയിലും ഹെയർ പാക്കും ചെയ്യുന്നത്, എന്ത് സാധനം കിട്ടിയാലും ആ എങ്ങ് തേക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതായത് ഞാൻ പറഞ്ഞുതരാം. നോർമൽ സ്കിന്നുകാർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. അവർക്ക് നോർമലായിട്ടുള്ളവരായാലും ഡ്രൈ സ്കിന്നായാലും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ രാത്രിയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം. സ്ക്രബ്ബർ യൂസ് ചെയ്യാം. നല്ല മസാജറായിട്ടുള്ള കൈയാണെങ്കിൽ കൈ യൂസ് ചെയ്ത് ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഗുണമായിരിക്കും. നമ്മളുടെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ബ്ലഡ് ഫ്ലോ കിട്ടും, നമുക്ക് നല്ല ഉറക്കം വരും. പറഞ്ഞ് തല മസാജ് ചെയ്ത് നമുക്ക് ഉടനെ ഉറക്കം വരുമെന്ന്. അപ്പം അത് ചെയ്യാം. ഇനി അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ കാച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിറമോ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നതായിരിക്കണം. എന്നാൽ ഡബിൾ ബോയിൽ ചെയ്ത് എണ്ണ ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ആഴ്ച 2 തവണയൊക്കെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സ്ഥിരമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് മുടി ഒന്ന് സ്ക്രബ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല എന്തെങ്കിലും പാക്കാണ് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ 2 പാക്ക് വെച്ച് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നവർ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ സ്കാൽപ്പിൽ നിന്ന് പറയുന്ന ആ സംഭവങ്ങളെല്ലാം അറിയാമല്ലോ, ഇങ്ങനെ പറയുന്നുണ്ട് ചിരണ്ടുമ്പോൾ. ചിലർക്ക് എല്ലാവർക്കും അത് താരനല്ല, മുടിയിൽ ഒരുപാട് എണ്ണ ഇങ്ങനെ അടിഞ്ഞ് കൂടിയിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണത്. അപ്പോൾ അത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ അവർക്കും റെഗുലറായിട്ട് എന്നും ഓയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഓയിലി സ്കിന്നുകാർ 2-3 ദിവസമൊക്കെ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി സ്കിന്നിന് തിളക്കം കൂട്ടുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. CTM എന്ന് കേട്ടിട്ടുണ്ട്. CTM കടയിൽ നിന്ന് മേടിക്കേണ്ടുന്ന യാതൊരു സാധനമല്ല. ക്ലെൻസർ, ടോണർ, മോയ്സ്ചർ. രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യുക. അതായത് ക്ലെൻസ് ചെയ്യാൻ നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് പയറുപൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ വെച്ചാൽ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിന്നുകാർ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോണർ അപ്ലൈ ചെയ്യാം. ഞാൻ നല്ല റോസ് വാട്ടർ ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അതിനുശേഷം മോയ്സ്ചർ. ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ കുറച്ച് ഡയറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്ക് ഹെയറിലും സ്കിന്നിലും നല്ല മാറ്റം വരുത്താം. അല്ലാതെ വെളിയിൽ നിന്ന് കുറേ പാക്കുകൾ മാത്രം തേച്ചതുകൊണ്ട് നമുക്ക് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടി ഇരിക്കുമ്പോൾ മുടിയുടെ തുമ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രിം ചെയ്യണം. ഇതാണ് സ്ട്രിക്റ്റൻസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ ഒരു പോർഷനിലും ട്രിം ചെയ്യണം, താഴത്തെ പോർഷനിലും ട്രിം ചെയ്യണം. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഹെയർ കട്ട് ചെയ്യുന്ന വീഡിയോ എനിക്കിപ്പോൾ 1 മാസം ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഗ്രോത്ത് വീണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഒരുപാടൊന്നും കടയിൽ നിന്ന് അങ്ങനെ അധികം സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടി, കാരണം എൻ്റെ സ്കിന്നിനെല്ലാം ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ബോഡിയിൽ ഒരുപാട് മാറ്റം വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മില്ലറ്റ്സ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഈ ഫൈബറൊക്കെ ദഹിക്കാൻ വേണ്ടുന്ന ആവശ്യത്തിന് ദഹിച്ച് നമ്മുടെ ബോഡിയിൽ എടുക്കാൻ വേണ്ടുന്ന വെള്ളം നമ്മൾ കുടിക്കണം. പിന്നെ ഒരു മണ്ടത്തരം കാണിക്കുന്നത്, ഈ ചിയാ സീഡിൻ്റെ കൂടെ എന്നും നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കുടിക്കരുത്. ആഴ്ചയിൽ 2 ദിവസം മാത്രം കുടിക്കുക. അതല്ല നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ടാണ് നാരങ്ങ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ അത് മാത്രമായിട്ട് ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ കഴിയുന്നതും പുറത്തു നിന്നുള്ള ഫുഡുകൾ, പ്രധാനമായിട്ട് ഓയിലി ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. അത് ബോഡിക്ക് നല്ലതായിരിക്കും. കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ സോക്ക് ചെയ്ത നട്ട്സിൽ ബ്ലാക്ക് റൈസൻസ് മസ്റ്റായിട്ട് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ കുറയ്ക്കേണ്ട കാര്യം, പഞ്ചസാര നല്ലതുപോലെ കുറയ്ക്കുക. പഞ്ചസാര എന്ന് പറയുന്ന ഒരു കാരണം നമുക്ക് പണ്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ പാം ഷുഗർ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അത് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാം. പകരം ഒറ്റയടിക്കൊന്ന് കുറയ്ക്കാതെ കുറേശ്ശെയായിട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കുറയ്ക്കാം, ബിസ്ക്കറ്റ്, മൈദ പ്രോഡക്ട്സുകളൊക്കെ കുറയ്ക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റം വരുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് പിന്നെ വെയിറ്റ് ലോസിൻ്റെ കാര്യവും നമ്മളുടെ ഫേസിൻ്റെ അതായത് ചെറിയൊരു ഫേസ് യോക്ക് പോലെയുള്ളതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ താമസിക്കാതെ ഇത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ എനിക്ക് വന്ന കുറേ ക്വസ്റ്റ്യൻസിന് ഒരുമാതിരി ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.